ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ മറ്റൊരു മൊബൈൽ ഫോൺ റിവ്യൂ ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത് സാംസങ് ഗാലക്സി J8 64GB ഒരു മൊബൈൽ ഫോണാണ്. J8 ഇൻഫിനിറ്റി ഡിസ്പ്ലേ. ഓക്കെ, എപ്പോഴും നമ്മൾ മൊബൈൽ ഫോണുകൾ റിവ്യൂ ചെയ്യുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ആ വീഡിയോകൾക്ക് അത്യാവശ്യം രീതിയിലുള്ള വ്യൂവേഴ്സ് ഉണ്ടാകാറുണ്ട്. ആ ഒരു വ്യൂ ഞാൻ ഈ ഒരു വീഡിയോയിലും എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പ്രത്യേകിച്ച് പറയുകയാണെന്നുള്ള ക്യാമറയുടെ സ്പെക്കാണ് കേട്ടോ, അടിപൊളി. ഞാനിതിനകത്ത് ഫോട്ടോ എടുത്ത് നോക്കി, അടിപൊളി സാധനമാണ്. എന്തായാലും കുറച്ച് ഫോട്ടോസ് എല്ലാം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാസം 25-ാം തീയതി ഞങ്ങൾ ദുബായിൽ എത്തുന്നുണ്ട്. ഞാനും സുജിത്ത് ഭക്തനും കൂടി ഒരു വീഡിയോ ബ്ലോഗിംഗ് വർക്ക്ഷോപ്പാണ്. അതിൻ്റെ ഡീറ്റെയിൽ എന്തായാലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും. നിങ്ങൾ കണ്ടോളൂ, ആഗ്രഹമുള്ള ആളുകൾ മാത്രം പങ്കെടുത്തോളൂ. ഓക്കെ, എന്തായാലും നമ്മുടെ മൊബൈൽ ഫോൺ റിവ്യൂയിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മറ്റു പ്രത്യേകതകൾ നോക്കാം. 6 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. സൂപ്പർ അമോ LED ഡിസ്പ്ലേ ആണ് വരുന്നത്. 16 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സൽ ഡ്യുവൽ റിയർ ക്യാമറയാണ്. 16 MB ഫ്രണ്ട് ക്യാമറയും വരുന്നുണ്ട്. കോൾക്കം സ്നാപ്ഡ്രാഗൺ 450 പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 3500 mAh ബാറ്ററി, ഫിംഗർ പ്രിൻറ്റ് സെൻസർ, ഫേസ് റെക്കഗ്നേഷൻ ഒക്കെ ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും നമ്മളിന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മൊബൈൽ ഫോണുകൾ റിവ്യൂ ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് തോന്നുന്നു നമുക്ക് അത്യാവശ്യം കുറച്ച് വ്യൂവേഴ്സൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഈ ഒരു ബോക്സ് പൊട്ടിച്ചാട്ടോ, ഇനി പൊട്ടിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. അത് ഇവിടെ ഒരു സാധനം കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് പൊട്ടിച്ചേക്കാം. ഓക്കെ ഫൈൻ, എന്തായാലും ഓപ്പൺ ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ മൊബൈൽ ഫോൺ. ഇതാണ് നമ്മുടെ മൊബൈൽ ഫോൺ. ഇതിവിടെ ഇരിക്കട്ടെ. ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോർമൽ കേസ് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള പോലെ തന്നെ അതിൻ്റെ എന്താ പറയുക, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, എന്താ പറയുക, വാറൻറ്റി കാർഡ് എങ്ങനെയാണെന്നൊക്കെയാണുള്ളത്. ഇതിൻ്റെ അകത്ത് ഹിന്ദിയാണ്, ഹിന്ദി എനിക്കറിയില്ല, സോറി. ദെൻ അതേപോലെ തന്നെ USB കേബിളാണ്, ചാർജിങ് കേബിൾ. അതൊന്നും വലിയൊരു പ്രത്യേകത, അതിനെക്കുറിച്ച് പറഞ്ഞു വെറുതെ സമയം കളയേണ്ട. ദെൻ അതേപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഹെഡ്ഫോണാണ് ഈ കാണുന്നത്. അതിലും വലിയൊരു മാറ്റം സാംസങ് വരുത്തിയിട്ടില്ല, അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ദെൻ അടുത്തത് ഈ ബോക്സിലുള്ളതാണ് എന്താ പറയുക, ചാർജിങ് കേബിൾ, USB ചാർജിങ് കേബിളാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 5V ഒരു USB ചാർജറുമാണ് ഇതിലുള്ളത്. ഓക്കെ, ഇതെല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ മൊബൈൽ ഫോണിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാം. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. സാംസങ് ഗാലക്സി J8 നമ്മുടെ മൊബൈൽ ഫോൺ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസ്പ്ലേ, അതിൻ്റെ റാം, ക്യാമറ, ദെൻ ടോട്ടലി അതിൻ്റെ പെർഫോമൻസ്, ദെൻ അതിൻ്റെ ഒരു ഡ്രോബാക്ക് കൂടെ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്, ഏതൊരു മൊബൈൽ ഫോൺ റിവ്യൂ ചെയ്യുന്ന സമയത്താണെന്ന് പോലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് അത് പ്രയോജനമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഞാൻ റിവ്യൂ ചെയ്യുകയുള്ളൂ. എന്തായാലും ഇത് നല്ലൊരു ഫോൺ തന്നെയാണ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബോഡി നോക്കാം. പ്ലാസ്റ്റിക് കൊണ്ടാണ് ഈ ബോഡി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സ്ക്രാച്ച് ഒന്നും വരുന്നില്ല, കണ്ടോ, സ്ക്രാച്ച് ചെയ്താൽ പോലും സ്ക്രാച്ച് പ്രൂഫ്ഡ് ആണ് പറയണത്. ദെൻ അടുത്തത് ഇതിൻ്റെ ഡിസ്പ്ലേ. 720x1480 പിക്സൽസ് ആണ് ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും വരുന്നത്. അതേപോലെ തന്നെ 18.5:9 ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ റേഷ്യോ വരുന്നത്. അതേപോലെ തന്നെ 60 മില്യൺ കളറ് ഇതിൻ്റെ അകത്ത് നിന്ന് ഡിസ്പ്ലേ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ സൂപ്പർ അമോ LED ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഓക്കെ, അതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേയിലും ബോഡിയിലൂടെയും പറയാൻ പറ്റുന്നത്. ബോഡി പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ്ലി ഇതൊരു ബസൽ ഫ്രീ ഡിസ്പ്ലേ ആണ്. നമ്മൾ സാംസങ്ങിൻ്റെ മറ്റു ഫോണുകൾ റിവ്യൂ ചെയ്യുന്ന സമയത്തും ഇതേ സ്പെസിഫിക് തന്നെയായിരുന്നു, ബസൽ ഫ്രീ ഡിസ്പ്ലേ ആണ് അതിലും വന്നിരുന്നത്. ദെൻ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2 സിമ്മുകൾ നമുക്ക് ഇടാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള സ്ലോട്ടാണ് ഈ കാണുന്നത്, കണ്ടോ. ഇതിൽ തന്നെ ഒരു നാനോ സിമ്മും ഒരു മെമ്മറി കാർഡ് ഇടാൻ സാധിക്കും. 256GB വരെ നമുക്ക് ഇതിൻ്റെ മെമ്മറി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതും ഒരു മെമ്മറി സ്ലോട്ടാണ്. ദെൻ ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഒരു സിം സ്ലോട്ടാണ്. നമുക്ക് അങ്ങനെ 2 സിമ്മുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ദെൻ സൈഡിൽ തന്നെ ഉള്ളത് വോളിയം റോക്കറാണ്. അപ്പോൾ 256GB വരെ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. 2 നാനോ സിമ്മുകൾ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യുന്നതാണ്. ദെൻ അടുത്തൊരു സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് പവർ ബട്ടൺ. അതേപോലെ തന്നെ സ്പീക്കറും സൈഡിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ദെൻ ബോട്ടം സൈഡിലാണെങ്കിൽ ചാർജിങ് അഡാപ്റ്റർ പോയിന്റ്, അതേപോലെ 3.5 mm ഓഡിയോ ജാക്കുമാണ് കാണുന്നത്. ഓക്കെ, നമുക്കിനി ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ്
സ്കാനർ ഉള്ളത്. ക്യാമറ, 2 ക്യാമറകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് 16 മെഗാ പിക്സലിൻ്റെ ക്യാമറയും ഒന്ന് 5 മെഗാ പിക്സലിൻ്റെ ക്യാമറയും. ഒരു ചെറിയൊരു LED ഫ്ലാഷും അവൈലബിൾ ആണ്. ഈ 16 മെഗാ പിക്സലിൻ്റെ ക്യാമറ 1.7 ആണ് അതിൻ്റെ അപ്പാർച്ചർ, ഓട്ടോ ഫോക്കസ് ഉണ്ട്. 5 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണെങ്കിൽ 1.9 ആണ് അപ്പാർച്ചർ, ഓട്ടോ ഫോക്കസ്ഡ് അല്ല, ബട്ട് ഡെപ്ത് സെൻസറാണ്. അതേപോലെ തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെയാണെങ്കിലും ജിയോ ടാഗിങ്, ടച്ച് ഫോക്കസിങ്, ഫേസ് ഡിറ്റക്ഷൻ, പനോരമ, HDR എല്ലാം ഉള്ളതാണ്. ഇനി വീഡിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1080 തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. HD തന്നെ ഷൂട്ട് ചെയ്യാം. 30 ഫ്രെയിം പെർ സെക്കൻഡ്സിൽ നമുക്ക് ഈ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് 16 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറ ഉള്ളത്. അവിടെ ചെറിയൊരു LED ഫ്ലാഷും അവൈലബിൾ ആണ്. 1.9 ആണ് അപ്പാർച്ചർ വരുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫോട്ടോസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഒരുപക്ഷെ പുതിയ ഫോണുകൾ വാങ്ങിക്കുന്ന സുഹൃത്തുക്കൾക്ക് ക്യാമറയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ് സാംസങ് J8 എന്ന് നമുക്ക് പറയാവുന്നതാണ്. എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്യാം, എന്തായാലും ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫോൺ ഓൺ ചെയ്ത് വന്നിരിക്കുകയാണ്. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡിൻ്റെ ഒറിയോ ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ പ്രൊസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ 450 ആണ്. അതേപോലെ ഒക്ടാ കോർ 1.8 GHz കോർട്ടെക്സ് A53 ആണ്. അതേപോലെ GPU അഡ്രിനോ 506 ആണ് ഇതിൻ്റെ അകത്ത് വരികയും ചെയ്യുന്നത്. ഒരു വേരിയൻറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 64 GB അതേപോലെ തന്നെ 4 GB റാമിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 256 GB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നതാണ്. നമുക്കിനി അടുത്തത് സാംസങ് J8 കുറച്ച് ഫോട്ടോസ് ഒന്ന് പരിചയപ്പെടാം. ഫോട്ടോസ് എല്ലാവർക്കും ഉണ്ടോ? എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്ലി തോന്നിയൊരു കാര്യം, ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്ക് ഡ്രോപ്പ് ഒക്കെ ബ്ലർ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് പോർട്രേറ്റ് ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നതും പോർട്രേറ്റ് ഡോളി എന്ന് പറയുന്ന 2 മോഡുകൾ അവൈലബിൾ ആണ്. ആ മോഡിലേക്ക് ഇട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് എന്തായാലും പറ്റും. ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് സാംസങ്ങിൻ്റെ J8 എന്ന് പറയാൻ സാധിക്കും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 18,990 രൂപയാണ് ആമസോണിൽ പ്രൈസ് വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ EMI എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സെല്ലുലാർ വേൾഡിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ഡ്രോബാക്സ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഒബ്വിയസ്ലി ഇതിൻ്റെ ബോഡി പ്ലാസ്റ്റിക് ബോഡിയാണ്. അത് മാത്രമല്ല ഓട്ടോ ബ്രൈറ്റ്നെസ് ഇല്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പോരായ്മയാണ്. 3500 mAh ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. ആൻഡ്രോയിഡ് ഒറിയോ ലേറ്റസ്റ്റ് അപ്ഡേഷനാണ്. ഒരു നല്ലൊരു മിഡ് റേഞ്ച് ഫോൺ തന്നെയാണ് സാംസങ് J8 എന്ന് പറയാൻ സാധിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എങ്കിലാണ് നമ്മളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ.